ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും കിങ് ഹൗസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും മക്കളൊക്കെ കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാളെ അനിയൻ്റെ കുട്ടിയുടെ 28 കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ നിൽക്കുകയാണ്. ബസ്സിനാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാ മോള് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. വീട് പൂട്ടി ചാവി ഇനി കടയിൽ പോയിട്ട് ഏട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ബസ്സിൽ പോകുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ എനിക്കുണ്ട്. കാരണം രണ്ടാളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. മോൻ എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പാടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റോളം അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നേരെ പോയി കടയിൽ ചാവി കൊടുത്തിട്ട് പിന്നെ ഏട്ടൻ നമ്മളെ ബസ് കയറ്റി തരാമെന്നാണ് ചെയ്തത്. ബസ് കയറിയതും നമുക്ക് ആദ്യം സൈഡ് സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു 2 സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അവർ വേറെ സീറ്റ് നമുക്ക് ശരിയാക്കി തന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ മോൻ ഉറങ്ങി. എനിക്കതൊരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ അവൻ എപ്പോഴും എണീക്കുക വാശി പിടിക്കുമെന്നും അറിയില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോളിതാ പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അവളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാളും ഉറങ്ങുകയാണ്. ബാഗുണ്ട്. മക്കളെ പിടിക്കാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൾ വീഴാൻ പോവുക അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ അവളെ രണ്ടുപേരെയും ഞാൻ അങ്ങനെ ഇരുത്തി. പിന്നെ രണ്ടാളധികം എണീക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ. നമ്മൾ മിഷീൻ്റെ അവിടെയും കുറേ നേരം ബ്ലോക്കിൽ കിടക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. ആ ബ്ലോക്കിൽ കിടന്നപ്പോഴാണ് അവൾ എണീറ്റത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഇവിടെ ബ്ലോക്കിൽ പെട്ടു. മിഷീൻ്റെ അവിടെയും അതേപോലെ നമ്മുടെ ചക്ര സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേനും അനിയനും അമ്മയൊക്കെ കൂടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയതും ഞാൻ വിളിച്ചു. ഇവിടെ എത്തിയതും പിന്നെ മോനൊന്ന് എണീറ്റു. പിന്നെ വേഗം തട്ടി കൊടുത്തപ്പോൾ വീണ്ടും അങ്ങനെ കിടന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും അനിയനും കൂടി എത്തി. അപ്പോൾ ഞങ്ങളങ്ങനെ വേഗം കാറിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാറിൽ കയറിയതും പിന്നെ മോനൊന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അമ്മേനെ കണ്ടതും അനിയനെ കണ്ടതും അപ്പോൾ പിന്നെ അവരുടെ ഒരു സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നീട് ഉണ്ടായിരുന്നത്. അവൻ ആ സമയത്തൊന്ന് കണ്ണൊക്കെ തുറന്ന് എണീറ്റത് ആ സമയത്താണ്. അപ്പോൾ അവൻ മൊത്തം ഒന്ന് നോക്കി കാറിൻ്റെ ഉള്ളിൽ എന്താണ് ആരൊക്കെയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ എല്ലാവരോടും ചിരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ നമ്മളവിടെ നേരെ പോവുകയാണ്. നമ്മൾ നേരെ പോണത് തൃശ്ശൂർ തന്നെ പുത്തമ്പള്ളിയുടെ അവിടെയുള്ള SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് കേട്ടോ. ഉണ്ണിക്കുള്ള കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇതാ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഉള്ളിൽ കയറി. ഉണ്ണിക്ക് 28-നുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ മേടിച്ചു കേട്ടോ. അതൊക്കെ മേടിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് തൃശ്ശൂരുള്ള കല്യാൺ സിൽക്സിലാണ് കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് 28-നുള്ള ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കട്ടെ, ഉണ്ണിക്ക് പിന്നെ 2 ജോഡി ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ പോയതാണ് കേട്ടോ അവിടേക്ക്. അവിടെ ചെല്ലുമ്പോഴൊക്കെ മോന് ചെറുതായിട്ട് ഇങ്ങനെ വാശി പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി അച്ഛന് പറഞ്ഞ ഷർട്ട് കളറ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഷർട്ടൊക്കെ എടുത്തു. പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ ചെയ്തു. അതൊക്കെ കഴിയുമ്പോഴേക്കും മോനാണെങ്കിൽ ഭയങ്കര വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കാനോ ഒന്നിനും കൂട്ടാക്കണ്ടായിരുന്നില്ല. അപ്പോൾ അനിയൻ വേഗം പോയിട്ട് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസിലേക്കൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.